നമസ്കാരം. കേരളത്തിൻ്റെ പ്രധാന പ്രഭാത ഭക്ഷണമാണ് പുട്ട്. പുട്ടുകുറ്റിയിൽ പുട്ടുപൊടിയും ഒപ്പം തേങ്ങയും ചേർത്ത് ആവിയിൽ വേവിച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് പുട്ടുപൊടി ഉണ്ടാക്കിയിരുന്ന അതേ പരമ്പരാഗത രീതി ഉപയോഗിച്ചാണ് ഉടുപ്പി ബ്രാഹ്മിൻസ് പുട്ടുപൊടി നിർമ്മിക്കുന്നത്. യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇനി നമുക്ക് ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ ചോളപ്പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോളപ്പുട്ടുണ്ടാക്കാനായി ഞാനിവിടെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ ചോളപ്പുട്ടുപൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ചിരകിയ തേങ്ങ, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് ഉപ്പ് കൂടുതലോ കുറവോ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ ചോളപ്പുട്ടുപൊടി വളരെ നല്ലതാണ്. കട്ടകളില്ലാതെ നന്നായി കുഴച്ചെടുക്കാം. ചോളപ്പുട്ടുപൊടി ഡൈജഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഫുഡിൽ ഒരു ഫുഡാണ് ചോളം. നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചു. ഇങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവമാണ് പുട്ടിന് വളരെ നല്ലത്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡോളം ജാറിലിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ വേവിക്കാനായിട്ട് പുട്ടുകുറ്റിയിൽ നിറയ്ക്കാം. പുട്ടിന് ചൂടാക്കാൻ വെക്കുന്ന വെള്ളത്തിൽ ഒരല്പം നല്ല ജീരകം ഇടുന്നത് നല്ലൊരു ഫ്ലേവർ പുട്ടിന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വേണമെങ്കിൽ ഇടാം, അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ച പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് പുട്ടുകുറ്റിയിൽ വേവാനായിട്ട് വെക്കാം. ആദ്യമായിട്ട് പുട്ടുകുറ്റിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. എത്രത്തോളം തേങ്ങ ചേർക്കുന്നോ അത്രത്തോളം പുട്ടിൻ്റെ സ്വാദ് കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി. ഇനി ഒരല്പം തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. പുട്ടുകുറ്റിയിൽ നമ്മൾ എപ്പോഴും പുട്ട് നിറയ്ക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്തിട്ട് നിറയ്ക്കാൻ പാടില്ല. അങ്ങനെ നിറയ്ക്കുമ്പോൾ ഇത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിനി ഒരു ആവി വരാനായിട്ടൊരു 3-4 മിനിറ്റാണ് സാധാരണ പുട്ടാണെങ്കിൽ വരിക. പക്ഷേ ഇത് ചോളപ്പുട്ടായതുകൊണ്ട് തന്നെ വെറും 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ആവി വരുന്നത് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പുട്ടിന് നല്ല ആവി വന്നിട്ടുണ്ട്, നല്ല മണവും കൂടെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ ചോളപ്പുട്ട് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റാഗിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, സ്റ്റീംഡ് പുട്ട്, ചെമ്പാപ്പുട്ട് ഇവ എല്ലാത്തിൻ്റെയും റെസിപ്പീസും അതിൻ്റെ പാക്കറ്റിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.udupibrahmins.com സന്ദർശിക്കുക.